സോ ഗൈസ് വെൽക്കം ബാക്ക് അനദർ വീഡിയോ ഓഫ് ഡിസാർട്ട് ഗെയിമിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജോയ് വില്ലയുടെ പാർട്ട് 2 ആയിട്ടാണ് ഗൈസ് വന്നേക്കണത്. ഇതിനൊക്കെ ചെറിയ കട്ട് സീൻ കാണിക്കണ്ടേട്ടാ. സംഭവം വെച്ചാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ കട്ട് സീൻ കാണിക്കണ്ടേട്ടാ. ഇപ്പൊ നമ്മുടെ പാർട്ട് 1-നേക്കാളും പാർട്ട് 2 ഗ്രാഫിക്സ് കുറച്ചുകൂടി അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലെ? പാർട്ട് 1 കുഴപ്പമുണ്ടെന്നില്ല, പക്ഷെ പാർട്ട് 1 നോക്കുമ്പോൾ പാർട്ട് 2 കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യട്ടാ. കട്ട് സീൻ കുറെ കാണിക്കണ്ടേട്ടാ. ഫ്ലാഷ് ബാക്ക് ആണെന്നാണ് കുറെ പിള്ളേര് കളിക്കണായിട്ട് സംഭവം. ഡോർ ഓപ്പൺ ആയിട്ടുണ്ടോ നോക്കാം, എന്താ നോക്കാം. ഗെയിം ഇവിടെ സ്റ്റാർട്ട് ചെയ്യണ്ട് ഗൈസ്. പാർട്ട് 1 നമ്മള് എവിടെ വെച്ച് എങ്ങനെയാണ് എൻഡ് ചെയ്തത്? നമ്മളൊരു എലവേറ്റർ കയറിയിട്ട് എലവേറ്റർ നിലത്തേട്ട് വീണ് ആ സംഭവം അങ്ങനെ നമ്മൾ എൻഡ് ചെയ്ത് ഗൈസ്. ഇതിപ്പോ പാർട്ട് 1 കാണാത്ത കണ്ടിട്ട് വേണ്ട ഗൈസ്. അഥവാ കാണാൻ സമയമില്ലാന്ന് ഞാൻ എന്റെ ഒരു സീൻ എങ്ങനെയാ ഇപ്പൊ കാണിച്ചാ ഗൈസ്. അതിന്റെ ലിങ്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്തേക്കാ. അപ്പൊ ഗൈസ് ഇങ്ങനെയാണ് ഇവിടെ വെച്ചാൽ നമ്മുടെ ഗെയിം ഇവിടെ എൻ്റെ. അപ്പൊ ഈ എലവേറ്റർ പൊട്ടിയാണ് നമ്മൾ നിലത്തായിട്ട് വന്ന് വീണേട്ടാ. പക്ഷെ നമ്മുടെ ഒപ്പം മറ്റവനും വന്ന് വീണായിരുന്നല്ലോ. അവൻ എന്ത് ഗൈസ് അവനെ കാണാനില്ല കേട്ടോ. ഇപ്പൊ നമ്മള് വീണപ്പോ അവനും വന്ന് നമ്മുടെ കൂടെ വന്ന് വീണായിരുന്നു. ബട്ട് ഇപ്പൊ അവനെവിടെ ഇല്ല. നമുക്ക് എന്തെങ്കിലും ഒരു ടോർച്ച് കിട്ടിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഫ്രണ്ടിലോട്ട് പോകാനാണ് ഗൈസ്, വേറെ വഴിയൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും നേരെ ഫ്രണ്ടിലോട്ട് പോവാം. ഇവിടെ ഒന്നും ഇല്ല അവന്മാര്. ഇല്ല അവിടെ ഒന്നും എവിടെ ഇല്ല. നമുക്ക് പിന്നെ ഇവിടുന്ന് എന്തെങ്കിലും എടുക്കാനുണ്ടോ നോക്കട്ടെ. ഇല്ല നമുക്ക് നേരെ എന്തെങ്കിലും ഫ്രണ്ടിലോട്ട് പോകാനാണ്, വേറെ ഒന്നുമില്ല. കുനിഞ്ഞാണ് മുമ്പോട്ട് പോവാൻ. പിന്നെ ഗൈസ് എന്റെ വോയിസിൽ വേറെ എന്തേലും ഷോകായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് പറയട്ടെ. അപ്പൊ ഞാനൊരു പുതിയ മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനു മുന്നേ ഞാൻ മൈക്കിലാണ് റെക്കോർഡ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ മൈക്ക് വെച്ചിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് നണ്ട് പോലെ വോയിസ് കേട്ടിട്ട് ഒരു ചെറിയൊരു പകർപ്പ് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങക്ക് എങ്ങനെ എന്താണ് ഫീൽ ചെയ്യുന്നത് വെച്ചിട്ട് പറയട്ടെ ഗൈസ്. അപ്പൊ മൈക്ക് മാറ്റണമെന്ന് ഞാൻ മൈക്ക് മാറ്റാം, വേറെ മൈക്ക് ഓർഡർ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ എന്റെ ഇതിന് മുന്നേ റെക്കോർഡ് ചെയ്ത പോലെ തന്നെ മൈക്ക് ഇല്ലാണ്ട് റെക്കോർഡ് ചെയ്യട്ടെ ഗൈസ്. നമ്മളൊരു പുതിയ റൂമിലോട്ട് പോകുന്ന കേട്ടോ. ഇവിടെയൊക്കെ ആകെ ഫുള്ള് ഇതെന്താ സംഭവം? ഏതാണ്ട് പിള്ളേരൊക്കെ പടം വരച്ച് വെച്ചേക്കണേട്ടാ. ഇവിടെ എന്താ സംഭവം? നമുക്ക് ഇവിടെ എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഇവിടെ ഒരു നോട്ടിരിപ്പുണ്ടല്ലോ ഗൈസ്. 4569 എന്താണ് ഇതിന്റെ കോഡാട്ടാ? 4569 ഗൈസ്. ഓർത്ത് വെച്ചോട്ടെ, ചിലപ്പോ ഞാൻ മറന്നു. ലെറ്റ്സ് പ്ലേ യുവർ ലിറ്റിൽ ഗെയിം അഗൈനാ ഗൈസ്. അതിലൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. എന്നുള്ളത് CD ടേപ്പ് ഇതുണ്ട്. ഗൈസ് ഇവിടെ CD ഉണ്ടെന്ന് പറഞ്ഞായിരിക്കോ? അങ്ങനെ ഇവിടെ എന്തെങ്കിലും പസിലെല്ലാം ഉണ്ടാ? എന്തെങ്കിലും പാട്ട് ടേപ്പ് കുറെ കിടപ്പുണ്ടല്ലോ. CD ഒന്നല്ല കേട്ടോ, ഒരു 3-4 കിടപ്പ്. നമുക്ക് ഇതൊന്ന് വെറുതെ നിട്ട് നോക്കിയാ എന്താ സംഭവിക്കണേ നോക്കട്ടെ ഗൈസ്. ഈ പാട്ട് കേട്ട് എല്ലാവരും വരും ഗൈസ്. എന്നൊക്കെ ഒരു പാട്ട് കേൾക്കുന്നുണ്ട്. എന്താ സംഭവിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഇതിന്റെ പുറത്തോട്ട് പോട്ടെ. ഫ്രണ്ടിലായിട്ട് എന്താ ഒരു ഡോർ ഉണ്ട് കേട്ടോ. ഗൈസ് ഇവിടെയാണ് നമുക്ക് ആ പാസ്കി അടിക്കാൻ വേണ്ടിട്ട്. എന്തായിരുന്നു? 4569. ഓക്കെ. ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇത് ഏത് ഏരിയ ഗൈസ്? നമ്മള് വേറെ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ വേറെ തീർപ്പുണ്ട് പാവതേ മറ്റേ ചെടി. പക്ഷെ എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല കേട്ടോ ഗൈസ്. ഇവിടെ ഇതേപോലെ കുറെ ഉണ്ട് കേട്ടോ, കുറെ ഉണ്ട്. ഇത് റാബിറ്റ് ആണ്, അതന്നെ റാബിറ്റ്. പിന്നെ നമ്മുടെ പാണ്ടയുടെ ചെടിയും ഗൈസ് ഇവിടെ കുറെ ഉണ്ട്. ഇതിന്റെ ഇത് ഫാക്ടറി പോലെയാണ് ഇത് ഉണ്ടാക്കണ. കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇനി ഇത് എങ്ങോട്ടൊക്കെ പോകണ്ട, സ്റ്റെപ്പ് കയറണമെന്നുണ്ട്. പിന്നെ ഇതൊരു ഹൊറർ ഗെയിം ആട്ടോ. പക്ഷെ ഇപ്പൊ ഇതുവരെയായിട്ടും ഇപ്പൊ എനിക്ക് പേടിപ്പിക്കാൻ പറ്റിയ സാധനങ്ങളൊന്നും ഇപ്പൊ ഇവര് തന്നിട്ടില്ലടാ ഗൈസ്. ഈ സൈലന്റ് വലിയൊരു ഗൈസ്. ലേറ്റ് പോയി നമ്മൾ വരാൻ വേണ്ടി കാത്തിരിക്കണ. ലേറ്റ് ഒക്കെ പോകാൻ ഗൈസ്. അവിടെ എന്താണ് സ്പാർക്ക് ഉണ്ട്. എന്താ സംഭവം? എന്താണ്ടൊക്കെ സംഭവം കിട്ടിയിട്ടുണ്ട്. ഗൈസ് എന്താണ് സ്കാൻ ചെയ്യണം, എന്താ അറിയില്ല. എന്താണ് സംഭവം കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതൊക്കെ എന്താണ്? ഇവിടെയൊക്കെ എന്താ ഒരു മെഷീൻ ഉണ്ട്. ഇതൊന്നും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റൂല. നമുക്ക് അവിടെ നിന്നൊരു സ്പാർക്ക് പോലെ വന്നിട്ട് ഇവിടെ നിന്നാണ് കളി ഉണ്ടെന്ന് തോന്നപ്പ. ഗൈസ് നമുക്കൊരു ലിവർ കണ്ടുപിടിക്കണോട്ടാ. അവിടെ ഒരു ലിവർ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ റൂമിൽ ഇവിടെങ്ങാണ്ട് ഒരു ലിവർ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ആ ലിവർ കണ്ടുപിടിക്കണം. ലിവർ എവിടെയാണ്? ഈ ഡോറൊന്നും തുറക്കാൻ പറ്റില്ല. ഗൈസ് ഈ കാർഡ് ഈ ഡോറുള്ളത്. ഗൈസ് സംഭവം മനസ്സിലായി. ഗൈസ് അതിന് പൊക്കത്ത് എന്താണ് സംഭവം ഉണ്ടല്ലോ. ഒരു എന്താണ്ട് ഒരു കറങ്ങണ പാവേ. ഗൈസ് അതാണ് ലിവർ. അവന്റെ കയ്യിലാ ലിവർ ഇരിപ്പുണ്ടട്ടാ.
അത് ലിവറാണ്. ഇതെന്തത് നമുക്ക് ഇത് ഉന്തിക്കൊണ്ടാൻ പറ്റുമോ? ഇത് എങ്ങടെ കുന്തണ്ടെന്ന് വെച്ചാൽ എനിക്കറിയില്ല. നമുക്ക് എന്തെങ്കിലും ഇത് എവിടം വരെ ഇപ്പം അവിടെ വരും എന്താ. നമുക്ക് ആ പോയിട്ട് ആ ലിവർ പിക്കണടാ. പക്ഷെ ആ ലിവർ പിക്ക് ചെയ്തിട്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്കറിയില്ല. നമുക്ക് അറിയുന്നതിന് ആ ലിവർ പിക്കാം. ഈ സാധനം ഓകൈസ് ഇത് ഇതിന്റെ പൊക്കത്തേക്ക് കയറാനാണോ വേണ്ട? ഓ സംഭവം മനസ്സിലായി, സംഭവം മനസ്സിലായി, കളി മനസ്സിലായി, കളി മനസ്സിലായി. അത് നേരെ പൊക്കത്തിട്ടാറാം. ഇവിടെ ഇങ്ങടൊക്കെ ചാടാ. നമുക്ക് ഇനി നേരെ ഓകൈസ് ഓക്കെ ഈസി ഈസി ഈസി. ഓ ഞാൻ നിലത്തായിട്ട് വേണം പൈസ ഇവിടെ ചെറിയ ഓകൈസ് കിട്ടി കിട്ടി. ഓ ലിവർ ഇതെന്താ സംഭവം? എന്ത് ഭാവി ഇത്? തിരിഞ്ഞു പാടാ. ഓകൈസ് എന്നാണ്ട് പൂവിനെന്താണ് മോറൊക്കെ വെച്ച് എന്നാണ്ട് ഭാവിയാണ് എന്താ സംഭവം വെച്ചാൽ നമുക്കറിയില്ല. നമുക്ക് എന്തെങ്കിലും ലിവർ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതാണ് ആവശ്യം. നമുക്ക് വേറൊന്നല്ല ആവശ്യം. എന്തെങ്കിലും ലിവർ കൊണ്ട് ഇവിടെ ഫിക്സ് ചെയ്യട്ടാ. ഇരിക്കണോ ഇനി ഇത്? ഓ ഗൈസ് ഓ ഗൈസ് അപ്പുറത്തെ ഒരു ഗിഫ്റ്റിന്റെ സംഭവം ഉണ്ട്. നമ്മൾ അത് പോയി എടുക്കണമായിരിക്കും. അതിന്റെ പൊക്കത്താ ഇവിടെ അങ്ങോട്ടേക്ക് പോട്ടാ. ഓ ഗൈസ് ഇതിന്റെ കൺട്രോൾ ഇവിടെ പിക്ക് ചെയ്യുന്ന ഡബ്ല്യൂ ഒന്നും കണ്ട. നിനക്ക് എസ് ആയിരിക്കും. എസ് അല്ല ഡിലേറ്റ്. ഓ പിക്ക് ചെയ്ത് ഗൈസ് നമുക്ക് നേരെ ഇവിടെ ഇട. ഓക്കെ നമുക്കൊരു ഗിഫ്റ്റ് ബോക്സ് ഇട്ടിട്ടുണ്ട്. നമുക്ക് അതെന്താ നോക്കട്ടെ സംഭവം. ഓഗൈസ് ടെഡിയാണ്. ഈ റാബിറ്റിന് ടെഡിയാണ് കിട്ടി. ഓഗൈസ് നമുക്ക് റാബിറ്റ് ടെഡി കിട്ടി. ഓഗൈസ് ഇതെന്തത്? ഓ ഒരു കൈ ആരുടെ അവിടെ? അത് നമ്മുടെ ഏരിയയിൽ വന്നിട്ട് നമുക്ക് നോക്കട്ടെ അവിടെ ആരാ നോക്കാം. നമുക്ക് ഇതിനു മുന്നേ ഇന്റെ പൊന്നോ സാധനം മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഈ വഴി എന്തെങ്കിലും പോകണ്ട കേട്ടോ. നമുക്ക് ഇന്ന് ഈ വഴി പോയി നോക്കാം. പിന്നെ കൈസ് ലൈക്ക് അടിക്കാത്തിരുന്നില്ല ലൈക്ക് ചെയ്യണം കൈസ്. ഡോർ ലോക്ക്. അപ്പൊ സബ് ചെയ്യാത്തവരുടെ എന്തെങ്കിലും സബ് ചെയ്തൊരു വീഡിയോ ആണ് ശ്രമിക്കുക കൈസ്. ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെ സബ്ബാണ് നമുക്ക് വലിയത്. ലൈക്ക് ആത്തത് ലൈക്ക് ചെയ്തിട്ട് വരാം കൈസ്. നമുക്ക് ഈ വണ്ടി കൂടെ എങ്ങടെയൊക്കെ പോകണ്ടേന്ന് വെച്ചാൽ നോക്കാം. ഓ കൈസ് കുറച്ച് വലിയ വണ്ടിയാണ് കൈസ്. ഇതിന്റെ ഇടയിൽ ചെറിയൊരു ഹോൾ ഉണ്ടല്ലോ. ഹോളിൽ കൂടെ അല്ലേ ചാടി പോകണം നമ്മള്? അല്ല നമുക്ക് ഹോളിൽ കൂടെ ചാടി പോകാൻ പറ്റില്ല. ചെറിയ ഹോളാണ് കൈസ്. നേരെ ഓപ്പൺ ആട്ടാ ഗൈസ്. നമ്മളൊരു പുതിയൊരു ഏരിയയിലായിട്ട് വന്നേക്കണം ഗൈസ്. നിഗൂഢമായൊരു സ്ഥലം, ശബ്ദങ്ങളൊന്നുമില്ല. ഗൈസ് ഇവിടെ ഒരു ചെടി ഉണ്ടല്ലോ. ഗൈസ് നമുക്ക് മറ്റേ ആദ്യത്തെ ടെഡിങ് കിട്ടിയിട്ടുണ്ടാ. സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂടാ. അത് കൊള്ളാം. ഗൈസ് ഇതിന്റെ ലുക്ക് മാറിയിട്ടുണ്ട്. നേരത്തെ കളിച്ചാൽ ഇങ്ങനത്തെ ഗ്ലാസ്സും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ സ്പെക്കൊക്കെ വെച്ചാൽ നിങ്ങളുണ്ട് ഗൈസ്. ഈ ടെഡിയായിട്ട് നമ്മളിതിന്റെ അകത്ത് വെക്കേണ്ടത് ഗൈസ്. ഇതെന്താ സംഭവം? നമ്മൾ ഏതാണ്ട് ഒരു എലിവേറ്ററിലാട്ടാ. പുതിയ ഏരിയ വന്നിട്ടാ. നമ്മൾ പിന്നെ നേരത്തെ വന്ന സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോന്ന് വെച്ചാൽ എനിക്കറിയില്ല ഗൈസ്. ഇവിടെ നിന്നാ കിട്ടിയില്ല. എന്ത് സംഭവം ഗൈസ്? എന്താണ് സംഭവം? എന്താണ് കിട്ടിയിട്ടുണ്ട് അറിയാം. അതൊക്കെ അവിടെ കിടക്കട്ടെ ഗൈസ്. ഇവിടെ കുറെ ബോക്സ് നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും പൊക്കത്തേട്ടോ അല്ലെങ്കിൽ ബോക്സ് എടുത്ത് കയറണം. ഡോർ തുറക്കാൻ പറ്റും. ഗൈസ് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? ഇവിടെ ഫുൾ സെർച്ച് ചെയ്തിട്ടോ. ഈ എലിവേറ്ററോട് കയറി പോകാൻ പറ്റും നമുക്ക് ഗൈസ്. രണ്ടു വഴി ഉണ്ടേട്ടാ. എലിവേറ്ററിൽ കയറി പോ. ഇവിടെ ഈ വഴിയും പോട്ടാ. ഈ വഴിയല്ല മറ്റു വഴി ഗൈസ്. ഇവിടെ എന്താ സംഭവം? ഇത് ലോക്കാണ് ഗൈസ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. സെർച്ച് ചെയ്ത് നോക്കട്ടെ. വാട്ട് ഹാപ്പൻഡാ? എന്താണ് ഗൈസ്? നമ്മുടെ അടുത്ത് വെക്കണം വാട്ട് ഹാപ്പൻ. നമ്മളിവിടെ കൊണ്ടുവന്ന് പിടിച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ അടുത്ത് വെക്കണത് എന്താടാ? വാടാണ് ഗൈസ് അത് ഗൈസ്. ഇവിടെ എന്തായാലും നോട്ട് ഉണ്ട് കേട്ടോ. നോക്കട്ടെ എന്താ നോക്കട്ടെ. സംഭവം എന്ന് വെച്ചിട്ടുണ്ടല്ലേ, ഇവിടെ നിൽക്കണ ഒരു ജോലിക്കാരി കത്താണ്. അപ്പൊ അവർക്ക് നല്ല സാധ്യതയുള്ള ജോലിയാണിത്. അപ്പൊ അവർക്ക് ജോലി എന്താന്ന് ഇവരുടെ മനസ്സിലായിട്ടില്ല. പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഏരി. പിന്നെ അവരുടെ മോനെ നമ്മൾ കാണണമെങ്കിൽ അവർക്ക് രൂപം കൊടുക്കണം. ജോസഫിന് വേണ്ടിട്ട് ഏത് കത്താണ്. ജോസഫ് കാരണം വെച്ചാൽ എനിക്കറിയില്ല. സംഭവം മനസ്സിലായിട്ടില്ല. ഇവിടെ ഏരിയാണ് ജോലിക്കാരി കത്താണ് ഗൈസ്. നമ്മൾ ഈ റൂമിൽ ഗൈസ് ഇവിടെ ഒരു ഡോറുണ്ട്. തുറക്കാൻ പറ്റുമോ ഗൈസ്? ഓയസ് തുറക്കാൻ പറ്റും. ഓയസ് ഉന്തിട്ട് തുറയില്ലട്ടാ. തുറക്കട. ഓയസ് തുറന്നുണ്ട്. ഓയസ് ഇത് ഏത് ഏരിയയാണ് ഗൈസ്? പുതിയൊരു ഏരിയയുടെ നമ്മൾ വന്നടാ. ഗൈസ് ഇവിടെ ഇന്നലെ കുറെ സാധനങ്ങൾ പൊട്ടി പൊളിഞ്ഞെടുപ്പുണ്ടാ. ഡേ കെയർ ആയിരുന്നല്ലോ ഗൈസ്. അപ്പൊ പിള്ളേർ കളിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഗൈസ്. ഇതെല്ലാം പൊട്ടി പൊളിഞ്ഞിരിക്കുന്നതാണ് ഗൈസ്. ഇതൊന്ന് റോക്കറ്റാ. ഗൈസ് ഇവിടെ റോക്കറ്റ് എടുപ്പുണ്ട്. നമുക്ക് ഗൈസ് ഇവിടെ നിന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഗൈസ് നമ്മൾ ഇതിനുള്ളിൽ ഒരു പാവ വെച്ചിട്ടുണ്ടാ. ഇതിന്റെ അടിയിൽ നമ്മൾ 2 പാവ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ടാ ഗൈസ്. ഇത് ആക്ടിവേറ്റ്. ഗൈസ് പോണ്ടെന്നാണ് ഗൈസ്. എന്താ സംഭവം? ഇതെന്തത്? ഗൈസ് ബാറ്ററി ഇല്ലാന്ന് വേണ്ട. അപ്പൊ നമ്മൾ ബാറ്ററി സെറ്റ് ചെയ്യണമെന്നാണ്. ഇവിടെ നിന്ന് സെറ്റ് ചെയ്യണോ ഗൈസ്? അവിടെ മാത്രം. ഇനി ബാറ്ററി നമ്മൾ ഇവിടെ നിന്ന് തപ്പി കണ്ടുപിടിക്കണോ ഗൈസ്? ഇവിടെ എവിടെയാണ് ബാറ്ററി?
ഇവിടെ നോക്കട്ടെ ഏട്ടാ. ഓ ഗൈസ് ഈ വഴി നമുക്ക് പോവാനുണ്ട്. ജോയ് റൂം. ഓ ഇതിൻ്റെ അകത്തേക്ക് കൂടെ ചിലപ്പോ മറ്റവൻ. ഓ ഗൈസ് ഇവിടെയൊക്കെ എന്തൊക്കെ സംഭവം ഉണ്ട് കേട്ടാ. ഇതെന്തത്? ഓ ഗൈസ് ഇതിൻ്റെ അകത്ത് തന്നെ ബാറ്ററി. ഗൈസ് ഇതിനകത്ത് ബാറ്ററി ഉണ്ട്. ഓ ഗൈസ് കളിക്കാൻ പറ്റും. നോക്കട്ടാ. ഓ ഗൈസ് അതെടുക്ക. ആ ബാറ്ററി എടുക്ക. ബാക്കിൽ ഏറ്റവും ബാക്കി കിടക്കണ റെഡ് കളർ മിന്നണ ആ സംഭവം. ഓ ഗൈസ് കറക്റ്റ്. ഈസി പീസി ബ്രോ. സാധനം എൻ്റെ അകത്ത് കയറി. ഗൈസ് അറിയില്ല, നമ്മൾ പ്രോ പ്ലെയർ ആയതുകൊണ്ട് നമുക്ക് ഈ ചെറിയ ജോലി നമുക്ക് വിഷയമുള്ള കേസല്ല. അറിയാലത്. പിന്നെ ഗൈസ് ബാറ്ററി ഇട്ടിട്ടുണ്ട്. ബാറ്ററി നമുക്ക് റോക്കറ്റിൽ നിക്ഷേപിക്കാം. ഇനി റോക്കറ്റ് ലോഞ്ച് ചെയ്യണമായിരിക്കും. ഓ ഗൈസ് നോക്കട്ടെ. പോണില്ല. ഓ ഗൈസ് പോണ്ട് നോക്കട്ടെ. ഓ ഗൈസ് എന്താണ്? ഓ നമ്മൾ ഈ പാവയൊക്കെ തിരിച്ചെടുക്കണമെന്ന് വേണ്ട. റോക്കറ്റ് മാത്രം വിടാനുള്ള പ്ലാനാണോ? നോക്കാം. വെയിറ്റ് ആക്കൂ ഗൈസ്. ഇതെന്താ സംഭവം? ഓ ഗൈസ് ഇതെല്ലാം പുതിയതുപോലെയാ. ഓ ഐ സി. എല്ലാം പുതിയതുപോലെ കേട്ടാ. ഓ നമ്മളാ റോക്കറ്റ് ആക്ടിവേറ്റ് ചെയ്തപ്പോ ഇതെല്ലാം പുതിയതുപോലെ ഇടാ. ഫുള്ളും മാറി. ഫുള്ള് നല്ല ചേഞ്ച് ആയിട്ടാ. ഇപ്പൊ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടാ. കുറച്ച് സീനായിട്ടുണ്ട്. ഇത് വേറെ ശബ്ദം. ഇതാരാണിത്? എന്റെ പൊന്നു വായിനകത്ത് കണ്ണ. ഇവളാണെങ്കിൽ മോൺസ്റ്റർ. ഇവളെ നമ്മൾ പിടിച്ച് വിഴുങ്ങോ? ഇവിടെ പറഞ്ഞാ ഇവിടെ അതിഥിയെ കണ്ടിട്ട് കുറെ നാളെന്ന് കണ്ടിട്ടാ. അപ്പൊ അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു എന്നോട്. അതുകൊണ്ട് ഞാൻ വളരെ ആവേശത്തിലാണ്. ക്ഷമിക്കണം. അവസാനമായി പറഞ്ഞ ആരൊക്കെ മറന്നു എന്ന് പറയണ്ടട്ടാ. ഇവളുടെ പേര് ലുമിന എന്നാട്ടാ. ലുമിന. അത് കൊള്ളാം ഗൈസ്. ഇവിടെ ആരും വരാറുണ്ടാന്നില്ലാന്ന് തോന്നുന്നു ഗൈസ്. അതാണ് വന്നവരെല്ലാരും പിടിച്ചു കൂട്ടിരുന്നില്ലേ. അതാണ് സംഭവം. ഒന്നും പറയണ നോക്കട്ടെ. മെമ്മറിയുടെ വേണ. എന്റെ ഓർമ്മയിൽ എന്റെ ഓർമ്മയിൽ ആദ്യം മുതിർന്നായിട്ട് വ്യക്തി ഞാനാന്നാ പറയണത്. ഇതാണ് പാനിക് റൂം. ഇതിനകത്ത് എളുപ്പത്തിൽ ബൈക്കുന്നവർക്ക് ഏറ്റവും നല്ല സ്ഥലമാണെന്ന് പറയണ്ടട്ടാ. ഇത് പിള്ളേരെ സ്ഥലമാണ്. അത് ആളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ഓണസ്റ്റ്ലി എനിക്ക് വളരെ കുറിച്ച് അല്പം അസ്വസ്ഥത തോന്നാറുണ്ട്. പക്ഷേ ചിലപ്പോൾ ഞാൻ ഒരു പഴയ സുഹൃത്തിനെ സന്ദർശിക്കാറുണ്ട്. ഓക്കെ. അവളുടെ ഇതെന്താ പറയണ? ഇവള് ചിലപ്പം നിർത്തിയത് ഞാൻ നിനക്കൊന്നും പറഞ്ഞുതരാന്ന്. ഇവളെന്താ പറയണത്? ഇവളാണ് ഈ വായിട്ടിങ്ങനെ അലച്ചുണ്ടിരിക്കണാണ്. ഇവള് പറയണ സംഭവം വെച്ചാൽ ഇതുവരെയായിട്ട് ഇവിടെ ആരും കുറെ നാൾക്ക് ശേഷം ആരും വന്നിട്ടില്ല. ഇപ്പൊ നമ്മളാണ് ആദ്യമായിട്ട് തന്നെ എന്നൊക്കെ പറയണ്ട. ഇതാണ് ജോയ് റൂം. ഓക്കെ. പിന്നെ ചലഞ്ചസാ. എന്ത് ചലഞ്ച്? ഓക്കെ. ഡാൻസ് കളിക്കണേ. എന്റെ പൊന്നളി, ഇവൻ എന്തൊക്കെയാണ് വിളിവുകളൊക്കെ പറഞ്ഞു കൂട്ടണേ. എനിക്കറിയില്ല. ഓക്കെ. ഈ ഡോറിനെ പറ്റി പറയണ്ടട്ടാ. പോയോള് ഐശ്വരി മൊത്തം പറയാണ്ട് പോയി കളഞ്ഞ്. ഡോറപ്പടി എന്താണ് പറഞ്ഞു, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല. അയ്യോ അതെന്തായിരുന്നു പറഞ്ഞേ? പക്ഷെ എന്റെ പൊന്നാ ഞാൻ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന്. അയ്യടാ ആ ഡോറിനെ പറ്റിയുള്ള തന്നെ പറഞ്ഞു. ആ ഡോർ എന്നാ സ്പെഷ്യലാന്ന് വേണ്ട. ഡോർ അറിയില്ല. നമുക്ക് എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ജോറൂമിൽ. ഇത് പാനിക് റൂം കേട്ടാ. ഈ സ്ഥലത്തായിട്ട് പേടിയുള്ളവർക്ക് പോയി ശരിക്കും പേടിക്കുന്നാണ് പറയണത്. പിള്ളേർ കളിക്കണ സ്ഥലം. ഡേ കെയറില്ല. അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ റൂം കൊണ്ടെന്ന് വെച്ചാൽ ആള് കൊല്ലാനവര്. നമുക്ക് എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് പോകാനാണ് അവള് പറഞ്ഞേക്കണം. ഇവിടെ കുറെ എൻജോയ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് പറയണത്. നമുക്ക് നോക്കാം. ഗൈസ് ഇതെന്താ സംഭവം? ഗൈസ് നമുക്ക് അടിയിലോട്ട് വേണോ? സ്ലൈഡ് ചെയ്തോട്ടാ. ഗൈസ് സംഭവം കണ്ട. നമ്മള് ആ രീതി ഇതിന്റെ ഫസ്റ്റ് കളിച്ചപ്പോ ഇങ്ങനെ സംഭവത്തിലൊന്നും പോയാലും നമുക്ക് അത് അനങ്ങാണ്ടിരിക്കണുള്ളൂ. ഗൈസ് ഇതൊക്കെ എന്തൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ. അപ്പൊ ഗ്രാഫിക്സ് കുറച്ചും കൂടി റെഡി ആക്കി ഇമ്പ്രൂവ് ആയിട്ട് വന്നിട്ടാ ഗൈസ്. പിന്നെ ഇതിൽ 3 ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. 3 ഉണ്ടെങ്കിൽ തന്നെ കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും, ഞാൻ കളിക്കാം. ആദ്യം തന്നെ ഈ പാട്ടൊന്ന് കയ്യട്ടെ നോക്കട്ടെ. അപ്പൊ അതിന് 3 days ഇത് എന്തിന്റെ അവസ്ഥ നോക്കട്ടെ. കൺഫ്യൂഷൻ ആവട്ടാ. ഇത് ഏത് വഴിയാ നമ്മള് പോണ്ടേന്ന് വെച്ചാൽ എനിക്കറിയില്ല. അതൊക്കെ നേരെ അവിടെ പോയി നോക്കാം. പൈസ ഇവിടെ ലോക്കാണ്. നമുക്ക് എന്തെങ്കിലും ഈ വഴി പോകട്ടെ. പോണ വഴി കറക്റ്റ് ആണോന്ന് വെച്ചാൽ അറിയില്ല. ഇവിടെ കുറെ വഴിയുണ്ട് കേട്ടാ. കുറെ വഴിയില്ല, ഒറ്റ വഴിയുള്ളൂ. അയ്യോ വഴി ബ്ലോക്കാണോ?
ഓ ഇത് ഡെഡിന്റെ തിരിച്ചോ ഒന്ന പോലെ തന്നെ പോവാ. പിന്നെ ഇതൊരു ഇവിടുന്ന് റൈറ്റ് ലെഫ്റ്റ് കോവർ കേട്ടോ, ഫുൾ കൺഫ്യൂഷൻ. ഓ അടിച്ചാടാം. ഓ ഇതിനടുത്തേ കൂടെ വേണ്ടിട്ട് ഇത് ഒളിപ്പിച്ചാണ് അമ്മമാര്. ഓ ഇവിടെ നിന്ന് ഇങ്ങനെ റൈറ്റ് ലെഫ്റ്റ് നമുക്ക് റൈറ്റ് എടുക്കാട്ടാ. ലെഫ്റ്റില്ല റൈറ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് റൈറ്റിന് പൊക്കത്തേട് പോകാനുണ്ട് ഗൈസ്. നമ്മൾ വന്ന വഴിയാണോ പിന്നെയും വന്നേ അറിയില്ല. കാർ എല്ലാ വഴി വരും. അപ്പോൾ തന്നെ ഗൈസ് ഇതേ വഴി ചാർന്നു വേണ്ട അതേ വഴി ഗൈസ് പോ ഏത് പുറത്തോട്ടൊന്നും എത്തിയായിരുന്നെങ്കിൽ പോലെ ഇത് ചെമ്പാണ് സംഭവം. സംഭവം എന്തെങ്കിലും കൊള്ളാട്ടാ. റൈറ്റ് ആയിട്ടുണ്ട് എൻ്റെ ഇടയിൽ ഗൈസ്. ഇത് ഏത് വഴിയാണ് ഫുള്ള് അമ്മമാര് തല പെരിക്കണമല്ല. ഏത് വഴി പോകണ്ടെന്ന് ഒരു പിടിയിട്ടില്ല. എന്തെങ്കിലും ഒരു ക്ലൂ ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് അതിൽ ഫോളോ ചെയ്ത് പോവായിരുന്നു. എങ്ങനെ പോകേണ്ടതെന്ന് വെച്ചാ നോ വറീസ് ബഡീസ്. ഏത് വഴിയാണ് വഴിയിലാണോ? പോയി നോക്കാം ഏതൊക്കെ വഴിയാണ് എത്തണേ നമ്മള്. ഫൈനലി നമ്മളങ്ങനെ പുറത്തെത്തിയിട്ട് എന്റെ പൊന്നാളിയ ഒരു ലോക്ക് ഫ്രണ്ടിലായിട്ടൊക്കെ ഇതിന് ലോക്കാണ്. ഫ്രണ്ടിലായിട്ട് ഒരു ഇത് ഡു നോട്ട് യൂസ് ഫ്ലാഷ് യൂസ് ചെയ്യാൻ പാടില്ല. ഇതെന്താ ഇടപാടാണ്? കറണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓ ഗൈസ് ഇവിടെ എന്താണ്ട് ഇരിപ്പണ്ട കേട്ടാ. ഈ ഡോർ ലോക്കാ എവിടെ പോകണ്ടപ്പാ. എല്ലാം ലോക്കാണെങ്കിൽ ഓ ഇവിടെ ബ്ലോക്ക് മാറ്റാണ്ടിടാ. അപ്പൊ വെന്റികൾ കയറി പോകണായിരിക്കും. കളി മനസ്സിലായി. വണ്ടി കൂടെ കയറാം. ഇതിന്റെ ഉള്ളിൽ കയറുമ്പോ അതിലും പേടിപ്പിക്കാൻ മുന്നേ വെറുതെ സീന ഇടാറും. ഇവിടെ വെട്ടോടാൻ പറ്റുന്ന സീനില്ല. പിന്നെ ഫ്ലാഷ് യൂസ് ചെയ്ത് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. കാരണം വെട്ടില്ല സ്ഥലത്ത് ഫ്ലാഷ് യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒന്നാമതിന് വെട്ടുണ്ടാവില്ല, പിന്നെ നമുക്ക് കാണാനും പറ്റില്ല. ഇതെന്തത് വോയിസ് ഇവിടെ നിന്നിട്ട് നമുക്ക് എടുക്കാണ്ട് കേട്ടോ. എന്താ സംഭവം? ആരെയിൽ എടുക്കാൻ വേണ്ടിയുള്ള ഓഗൈസ് ഇവിടെ ഒരു ക്യാരറ്റ് ഉണ്ട്. ഉയ്യോ ഓഗൈസ് അത് തൊട്ടപ്പോ ഫുള്ള് മാറിയിട്ടാ. ഉപ്പ് എടുക്കാൻ വേണ്ടിയുള്ളത് തൊട്ടപ്പോ അത് ഫുള്ള് പഴയതുപോലെ. ഒയ്യോ ഷോമാണ് ചിന്റെ പൊന്നളിയാ. ചിന്റെ പൊന്നോ ഈ സംഭവം ചെറു ഫ്ലാഷ് ബാഗ് കാണിക്കണ്ട കേട്ടോ. നമ്മൾ ഫ്ലാഷ് യൂസ് ചെയ്യാൻ പാടില്ലായിരിക്കോ? അതാണ് അത് പിടിച്ച് ഇവിടെ നമുക്ക് ഫ്ലാഷ് ഓഫ് ചെയ്ത് നോക്കാം കേട്ടോ. ഫ്ലാഷ് ഓഫ് ചെയ്തിട്ട് പോവാം ഗൈസ്. അതാണ് കളി ഗൈസ്. നോക്കണ്ട കേട്ടോ. പിന്നെ ഒരു ഫ്ലാഷ് ബാഗ് കാണിക്കണ്ട കേട്ടോ. വീണ്ടും ഫ്ലാഷ് ബാക്ക് ഗൈസ്. പ്രാവശ്യം നമ്മൾ എസ്കേപ്പ് ആവും. ഫ്ലാഷ് ലൈറ്റ് ഓഫ് ചെയ്തിട്ടാ നേരെ ഓടാം. ബാഗിന് ശബ്ദം കേട്ടിട്ട് തിരിഞ്ഞു നോക്കണോ? തിരിഞ്ഞു നോക്കിയാലോ നമുക്ക് പിടിച്ചു ഗൈസ്. എനിക്ക് അറിയാമോ അത് ഫ്ലാഷ് ആയിട്ട് അടിക്കുന്നല്ലേ പറയുന്നത്. അപ്പൊ നമ്മൾ ഫ്ലാഷ് ആയിട്ട് അടിക്കണം. അത് വരുമ്പോ അതിന് മേത്ര ഫ്ലാഷ് പോയി ഇവിടെ ഗൈസ് പോയി. സംഭവം മനസ്സിലായി. അത് വരുമ്പോ നമ്മൾ ഫ്ലാഷ് ആയിട്ട് അടിക്കണം. അപ്പൊ അതാണ് കളി. എന്റെ പൊന്നോ, 3-4 പ്രാവശ്യം നമ്മളവനെ പിടിച്ച്. അവൻ നമ്മളെ പിടിച്ച് ഗൈസ്. കളി മനസ്സിലാക്കിയ പിന്നെ നമുക്ക് ഡോണ്ട് പറയും ഒരു പേടിയില്ല ഗൈസ്. കളി മനസ്സിലാകാത്തോണ്ടായിരുന്നു ഗൈസ്. നമുക്ക് പിന്നെ പൊക്കത്തേട്ട് പോകണമായിരിക്കും ഗൈസ്. ഇത് ആകെ ഇവിടെ ഇടിഞ്ഞ് പൊളിഞ്ഞിട്ട് നമ്മൾ വന്നപ്പോ അറിയാലോ ഗൈസ്. നല്ല ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിരുന്നു സ്ഥലം. പൈസ കട്ട മാറ്റാൻ പറ്റും ഗൈസ്. ഈ കട്ട മാറ്റിയിട്ട് നമ്മൾ ഇതിന്റെ പൊക്കത്തേട്ടെല്ലാം കയറി പോണോ? ഗൈസ് ഇല്ല, എന്റെ ഉള്ളിലോട്ട് വേണ്ടി വെറുതെ നമ്മൾ ഒരു കേറില്ലാത്ത കാര്യത്തിലാണ് നമ്മള് ഇവിടെ ടെടിയൊക്കെ ഓപ്ഷൻ വെച്ചിട്ട് ഗൈസ്. അപ്പൊ ഈ വീഡിയോ ഇത്രയും പോകുന്നത് ഞാൻ വിചാരിക്കണം ഗൈസ്. കുറച്ചധികം ലോങ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇതിന്റെ പാർട്ട് 2 ഞാൻ അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ചെയ്യാൻ വിചാരിക്കണം ഗൈസ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യുക ഗൈസ്. പാർട്ട് 2 വേണോ വേണ്ടേ എന്നുള്ള സ്ഥലം അലമ്പാണോ അതോ ഇനി വേണോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യും. പിന്നെ ഞാൻ ഒരു ഫിഷിന്റെ ഗെയിം കളിച്ചിട്ടുണ്ടായി. ഫിഷ് പറഞ്ഞ ഗെയിമിന്റെ ഒരു 3 ലെവൽ ഞാൻ കളിച്ച് തീർത്ത് ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഗൈസ് അതിന്റെ ലിങ്ക് ഞാൻ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കട്ടെ ഗൈസ്. ഗൈസ് നമ്മുടെ പാവനെ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. ഗൈസ് വന്നില്ല ഗൈസ്. ഇവിടെ എന്തെങ്കിലും വീഡിയോ പോയി ഓടിച്ച് വൈൻഡപ്പ് ചെയ്താലോ ഗൈസ്. അതിന് ഫ്രണ്ട് തന്നുണ്ട്, അതോട് നോക്കിയിട്ട് എന്തെങ്കിലും വൈൻഡപ്പ് ചെയ്യടാ ഗൈസ്. ഇവിടെ എന്നാലും ഇടാണ്ട് അവിടെ. അയ്യോ അവിടെ എന്തെങ്കിലും സംഭവം എടുക്കുന്നില്ല ഗൈസ്. എന്തെങ്കിലും അതോടെ ഇട്ട് എന്തെങ്കിലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വിചാരിക്കണം ഗൈസ്. അവിടെ ഇടാൻ എന്തെങ്കിലും കീ കാർഡ് നമ്മള് കണ്ടുപിടിക്കണായിരിക്കും. അപ്പൊ നോക്കട്ടെ, സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഇതിന്റെ അകത്തെല്ലാം ഉണ്ടാവും ഗൈസ്. എന്റെ പൊന്നു, ഇതെന്തൊരു ടിവിയാ.
ഏറ്റവും മനസ്സിനെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് പ്ലീസ് അത് സീനാണ്. ഇവിടെ എന്തെങ്കിലും നടക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് കൂടുതലായിട്ട് ഗൈസ്. ഇത് ആരാണ് എന്റെ പൊന്നോ പൊക്കളെ പേടിപ്പിക്കാൻ വേണ്ടിയതാണ്. പട ഇവിടെ കേസൊക്കെ ഗൈസ് നമുക്ക് കീ കടിട്ടി ഗൈസ് പന്ന കീ കടി കിട്ടിണ്ടാവും. ഇനി നേരോട് നോടാം, ഓടി നേരെ തുറക്കാം അത് തന്നെ. പിന്നെ അതിന്റെ അകത്ത് എന്തോ നോക്കട്ടെ ഗൈസ്. പിന്നെ അകത്ത് വേറെ സംഭവം ഗൈസ്. അപ്പൊ അതിൽ വീഡിയോ പിടിച്ച് വേണ്ടിട്ടില്ല ഗൈസ്, തുറന്നിട്ട് വേണ്ടിക്കുക അതിന്റെ ശരി ഗൈസ്. വെറുതെ നമ്മളൊന്ന് എന്തെങ്കിലും വേണ്ടിട്ട് ശരിയല്ലല്ലോ ഗൈസ്. ഗൈസ് തുറക്കട്ടെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് ബൈ ബൈ ഗൈസ്.